സത്യം പറഞ്ഞാൽ ഒരു ദുഃഖവിളിയുടെ അനുഭവം എറണാകുളത്ത് ചെല്ലുമ്പോൾ ഉണ്ട്. ഈ ആശയം അതിനു മുമ്പ് ന്യൂൻഷ്യ ചോദിച്ചു പറഞ്ഞു, ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല. പക്ഷെ അപ്പോൾ പറഞ്ഞു ഇത് മാർപ്പാപ്പയുടെ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ തീരുമാനം അനുസരിച്ച് ഞാൻ എടുത്തതാണ്. സത്യം പറഞ്ഞ വലിയ വേദന. ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ ശരിക്ക് ഹൃദയത്തിൽ കുത്തുന്ന ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അടഞ്ഞു കിടക്കണേ എന്നുള്ളൊരു ചോദ്യം എനിക്കിപ്പോഴും മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു പ്രതിഷേധത്തിൽ കുർബാന ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരിക്കലും ചിന്തിക്കുക പോലും പറ്റാത്ത രീതിയിലുള്ള അത്രമാത്രം ശക്തമായ ഒരു പ്രതിഷേധം ഒരു തരത്തിലും പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, മാർപ്പാപ്പ എന്നെ നിയമിച്ചതിൻ്റെ കൽപ്പന അനുസരിച്ചതിൻ്റെ പേരിൽ മാത്രം ഞാൻ അവിടെ പോയതാണ്. അത് പല പ്രാവശ്യവും ഒരുങ്ങി പറഞ്ഞു പോയതാണ്. അത് കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹവും എത്രയും വേഗം തുറക്കണമെന്നായിരുന്നു. അച്ഛനല്ല അവിടെ തെറ്റ് ചെയ്തു. അവിടെ കുറേ അൽമായരുണ്ട്, അച്ഛന്മാർ ചെയ്തു. ഒരു തരത്തിലും അച്ഛന്മാർ ചെയ്തതിന് ഞാൻ ന്യായീകരിക്കില്ല. തെറ്റായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്നതായി കണ്ടു. മാർപ്പാപ്പയോട്, പരിശുദ്ധ നിവാസത്തിനോട്, സിനഡിനോട്, മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്നവരെ മുഴുവൻ സഭയിൽ നിന്ന് അകറ്റാവുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ അവിടെ നടത്തും. പക്ഷേ എറണാകുളത്ത് നിന്ന് എപ്പോൾ പറയുന്നോ ഈ ഈസ്റ്ററിനും ഞാൻ വന്ന് കുർബാന ചെല്ലാൻ തയ്യാറാണ്. ബസലിക്കയിൽ കുർബാന സിനഡ് രീതിയിൽ മാത്രമേ അനുവദിക്കാൻ എനിക്ക് അധികാരമുള്ളൂ. എനിക്ക് അധികാരമില്ല, എനിക്ക് ഓപ്ഷനില്ല. എനിക്ക് അധികാരമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ബസലിക്കയ്ക്ക് ഓപ്ഷൻ കൊടുക്കണേ? എന്നെ കേൾക്കുന്നവരോട് ചോദിക്കുന്നത്, എറണാകുളം രൂപതയും അല്ലെങ്കിൽ ബസലിക്ക ഇടവകയും രണ്ടാകുന്നത് മാർപ്പാപ്പയ്ക്കും പരിശുദ്ധ നിവാസത്തിനും സിനഡിനും രൂപതാധ്യക്ഷനും എതിരെ നിൽക്കുന്ന ഒരു ഗണത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് രണ്ടാകുക, അതോ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുമ്പോഴോ? അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു പിതാവ് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഒരു ഭാഗം എഴുതി വെച്ച് അത് കട്ട് ചെയ്ത് അത് മാത്രം എടുത്തിട്ട് പിതാക്കന്മാർ വേറെ രീതിയിലാണ് പല അഭിപ്രായങ്ങളാണ്. ഡിസംബർ 23, 24 തീയതികളിലും പിന്നെ പലപ്പോഴും നടന്നത് അത് സഭയുടെ നിയമത്തിനെതിരാണ്. അത് അച്ഛന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായതും അത് കഴിഞ്ഞ് അൽമായർ സ്ത്രീകളടക്കം മധുബയിൽ കയറി കാസെടുത്ത് മാറ്റി, തള്ളി മാറ്റി. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണ്ടേ? ഏതോ ശക്തികൾ സഭയെ വിഭജിക്കാൻ, തെറ്റായ പ്രചാരണങ്ങൾ കൊടുക്കാൻ നടപടി എടുത്താൽ എറണാകുളത്ത് ഒരു നല്ല ശതമാനം ആൾക്കാർ എനിക്കെതിരാവും. നടപടി എടുത്തില്ലെങ്കിൽ ഇപ്പോൾ സിവിൽ കോടതിയിൽ വീണ്ടും ഞാൻ തെറ്റുകാരനാവും. ഇവിടെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം. ഇതുപോലെ മാനസികമായി തകർക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്, ഒത്തിരിയുണ്ട്. ശാരീരികമായി തന്നെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ട് ആക്രമണങ്ങൾ ചവിട്ടിയിട്ടുണ്ട്, കായ് പിരിഞ്ഞിരിക്കുകയും. ഒരു 43 പ്രൊട്ടസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. പിതാവേ, സ്വാഗതം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് അങ്ങ് ചുമതല ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 8 മാസത്തോളം പിന്നിടുന്നു. ഇപ്പോൾ ബസിലിക്ക അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ക്രിസ്മസിന് അവിടുത്തെ ഇടവകജനങ്ങൾക്ക് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പണം നടത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഹോളി വീക്കിലും അത് അടഞ്ഞു കിടക്കുന്നു. ഈ ബസിലിക്ക തുറക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഈ ബസിലിക്ക അടഞ്ഞ് കിടക്കുന്നതിൻ്റെ ഉത്തരവാദി ശരിക്കും ആരാണ് പിതാവേ? വാസ്തവം പറഞ്ഞാൽ ഈ ചോദ്യം ബസിലിക്ക എന്നാ തുറക്കുക, എന്തുകൊണ്ട് ബസിലിക്ക തുറക്കുന്നില്ല എന്ന ചോദ്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വൈദികരും എറണാകുളത്ത് നിന്ന് ഒത്തിരി അൽമായരും പിതാക്കന്മാരും മറ്റുള്ളവരൊക്കെ ചോദിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ വളരെ വേദനയോടെയാണ് ഈ ഓരോ ചോദ്യവും എന്നെ വളരെയേറെ ദുഃഖിപ്പിക്കുകയാണ്. ഞാൻ ഈ ഒരു പുതിയ ദൗത്യം സ്വീകരിച്ചിട്ട് 8 മാസം കഴിഞ്ഞു. 2022 ജൂലൈ 30-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ദൗത്യം ഏൽപ്പിച്ചത്. ഞാൻ അന്ന് ഈ ആശയം അതിനു മുമ്പ് ന്യൂൻഷ്യ ചോദിച്ചു പറഞ്ഞു, ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല. പക്ഷെ അപ്പോൾ പറഞ്ഞു ഇത് മാർപ്പാപ്പയുടെ തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ തീരുമാനം അനുസരിച്ച് ഞാൻ എടുത്തതാണ്. ജൂലൈ 30-ന് ഞാൻ ചാർജ് എടുത്ത അന്ന് തന്നെ ബസിലിക്കയിൽ കുർബാന ചെല്ലാനായി വികാരിയോടും ബന്ധപ്പെട്ടവരോടും കച്ചേരിയിലുള്ളവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്ന് കുറച്ച് കഴിയട്ടെ, ഇത് ഒരു സാഹചര്യം നല്ല സാഹചര്യമായാൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പറയുന്നതനുസരിച്ച് നീട്ടി. പക്ഷെ ഏറ്റവും വലിയ സങ്കടം, എൻ്റെ പള്ളിയിൽ മാർപ്പാപ്പ എന്നെ ഏൽപ്പിച്ച എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇതുവരെ എനിക്ക് അവിടെ ഒരു കുർബാന ചെല്ലാൻ പറ്റിയിട്ടില്ല. മാർപ്പാപ്പയെ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ കുർബാന ചെല്ലാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ദുഃഖവും വേദനയും
എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നില്ല. സത്യം പറഞ്ഞാൽ വലിയ വേദനയാണ്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ ശരിക്ക് ഹൃദയത്തിൽ കുത്തുന്ന ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് അടഞ്ഞു കിടക്കണേ എന്നുള്ളൊരു ചോദ്യം എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. വികാരി അച്ഛനോട് പറഞ്ഞ് വളരെയേറെ ഒരുങ്ങിയതിന് ശേഷം ബന്ധപ്പെട്ട കൈക്കാരും എല്ലാവരും വിളിച്ച് ഞാൻ എന്നാ ചെല്ലണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ പല കത്തിടപാടുകളും ചർച്ചകൾക്ക് ശേഷം നവംബർ 27 ഞാൻ കുർബാനയ്ക്ക് പോയത്. അതിനു മുമ്പ് അവിടെ ഉള്ളവർ, കച്ചേരിയിലുള്ളവർ പറഞ്ഞു അവിടെ പെട്ടെന്ന് ചെല്ലിയാൽ ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടൊരു സാവകാശം ഉണ്ടാവും, നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2022 ജൂലൈയിൽ ഓഗസ്റ്റ് മാസത്തിൽ റോമിലേക്ക് എഴുതി ഇതൊരു പടിപടിയായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ബസിലിക്കയിൽ കുർബാന ചെല്ലുന്നതല്ല നല്ലത്. അങ്ങനെ എനിക്ക് അനുവാദം കിട്ടി. നവംബർ 27 മംഗളവാർത്താ കാലം തുടങ്ങുന്നത്, അതായത് മറ്റു രൂപതകളിൽ തുടങ്ങിയിട്ട് 1 കൊല്ലം തികയുന്ന ആ സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങുകയും പിന്നെ നവംബർ 27 മുതൽ മംഗളവാർത്താ കാലം ആരംഭിക്കുന്ന ദിവസം മുതൽ 2022 ആരംഭിക്കാൻ പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടി. അതും ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു. എന്നിട്ടും എനിക്ക് കുർബാന ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ നവംബർ 27 പോയപ്പോൾ ഇങ്ങനെ ഇത്ര വലിയ തടസ്സം ഉണ്ടാകുന്നത് ഒന്നും എനിക്കറിയില്ല. വികാരിച്ചൻ പറഞ്ഞു, ക്ഷണിച്ചു. തലേ ദിവസം രാത്രി പോലും ഞാൻ പറഞ്ഞു അപ്പം നാളെ ഞാൻ കാലത്ത് 6 മണിക്ക്. അപ്പോൾ വിചാരിച്ച് പറഞ്ഞ ചില സജഷൻസൊക്കെ ഞാൻ സ്വീകരിച്ചു. പ്രൊവോക്കിംഗ് സംസാരം ഉണ്ടാവരുത്, ആളുകളുടെ ഇടയിൽ ഒരു ഉണ്ടാവരുത്, പിന്നെ അച്ഛൻ ചിലപ്പോൾ കൂടെ നിന്നില്ല. ഓക്കെ, ഞാൻ ഏറ്റവും അധികം തിരക്കില്ലാത്ത സമയം 6 മണിക്ക് വരാം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഏകദേശം 46 വണ്ടികൾ വന്ന് പല ഭാഗത്തു നിന്ന് വന്നവർ വന്ന് ഗേറ്റ് അടച്ച് പൂട്ടി അവിടെ വലിയ എന്താ പറയുക പ്രതിഷേധവും മറ്റും. ഞാൻ വിശ്വസിച്ചില്ല. കാലത്ത് പുലർച്ചെ ആയപ്പോൾ വിചാരിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു എന്തോ അവിടെ പള്ളിയിൽ എന്തൊക്കെ ബഹളമുണ്ട്, എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. വിചാരിച്ചൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഏതോ ശക്തികൾ അവിടെ വന്ന് അടച്ചു. ഞാൻ പുലർച്ചെ 5:30 പറഞ്ഞു ഞാൻ അവിടെ വരാം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുർബാന ചെല്ലുന്നില്ല. തലേദിവസം വികാരിയച്ഛനുമായിട്ട് പിതാവ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അന്നേരം ഒന്നും വികാരിയച്ഛൻ ഇത്തരത്തിലൊരു സൂചന ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല. അന്ന് ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല. പക്ഷെ കച്ചേരിയിലുള്ള അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് കച്ചേരിയിലുള്ളവർ പറഞ്ഞു. അവരോടും പറഞ്ഞു എനിക്ക് വലിയ നിർബന്ധം, ഞാനൊരു പ്രശ്നത്തിൽ കുർബാന ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അവിടെ വരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ മാതിരി ഉണ്ടെങ്കിൽ അത് തലേദിവസം ഞാൻ പറഞ്ഞായിരുന്നു. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുർബാന ചെല്ലുന്നില്ല. അത് ചില ഉദ്യോഗസ്ഥരും പറഞ്ഞു എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ തോന്നണു. ഞാൻ പറഞ്ഞു ഞാനൊരു പ്രതിഷേധത്തിൽ കുർബാന ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരിക്കലും ചിന്തിക്കുക പോലും പറ്റാത്ത രീതിയിലുള്ള അത്രമാത്രം ശക്തമായ ഒരു പ്രതിഷേധം. ഉള്ളിൽ ഗേറ്റ് അടച്ചിരിക്കുന്നു, പുറത്ത് ഇപ്പുറത്ത് കുറേ പേര് ഞങ്ങൾ കുർബാന കാണാൻ വന്നത്, ഞങ്ങൾക്ക് പള്ളി കയറണം. പിതാവ് തലേ ഞായറാഴ്ച വികാരിച്ചും പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട്, 20-ാം തീയതി പറഞ്ഞിട്ടുണ്ട് ഞാൻ വരും 6 മണിക്കാണ്. അപ്പോൾ മുൻകൂട്ടി വികാരിച്ചും പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നു, ഇവിടെ കയറ്റുന്നില്ല, അങ്ങനെ തടസ്സങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് ആ 2 ഗ്രൂപ്പ് ഉണ്ടായി. ഞാൻ തിരിച്ചു പോന്നു. 2 ഗ്രൂപ്പുകൾ ഒരു വഴക്കായി. സിനഡ് കുർബാന വേണമെന്ന് പറയുന്നവർ പുറത്ത്, പക്ഷെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളവർ ആരാണെന്നറിയില്ല. അതിൻ്റെ വെളിച്ചത്തിൽ ബസിലിക്ക പോലീസ് പൂട്ടി. ശരിക്കും പിതാവിനെ സംബന്ധിച്ച് അതൊരു വേദന ജനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നില്ലേ? സ്വന്തം ബസിലിക്കയിലേക്ക് കുർബാന എല്ലാം വരുമ്പോൾ കുറേ പേര് ചീത്ത വിളിക്കുന്നു, വലിയൊരു സംഘർഷം, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിരുന്നില്ലേ? ഒരു തരത്തിലും പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, മാർപ്പാപ്പ എന്നെ നിയമിച്ചതിൻ്റെ കൽപ്പന അനുസരിച്ചതിൻ്റെ പേരിൽ മാത്രം ഞാൻ അവിടെ പോയതാണ്. അത് പല പ്രാവശ്യം ഒരുങ്ങി പറഞ്ഞു പോയതാണ്. അത് കഴിഞ്ഞ് അടച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹവും എത്രയും വേഗം തുറക്കണം എന്നായിരുന്നു. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചു. പിതാവ് തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു, മുഖ്യമന്ത്രിയെ വിളിച്ചു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബസിലിക്കയിൽ കുർബാന മാർപ്പാപ്പ എന്നെ അധികാരപ്പെടുത്തിയ മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനം കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുന്നത് ബസിലിക്കയിൽ പരിശീലന ഭവനങ്ങൾ, സെമിനാരി പോലുള്ളിടത്ത്, പ്രധാനപ്പെട്ട തീർത്ഥകേന്ദ്രങ്ങളിൽ അവിടെ എനിക്ക് ഡിസ്പെൻസേഷൻ കൊടുക്കാൻ പോലും അധികാരമില്ല. അവിടെ സിനഡ് പറഞ്ഞ രീതിയിൽ തന്നെ കുർബാന ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് മാത്രമേ പറ്റുള്ളൂ. ഞാൻ അപ്പോൾ പറഞ്ഞു ഈ സഭയുടെ നിയമം അനുസരിച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ് ആരെ താക്കോൽ ഏൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ച് പോലീസും പറഞ്ഞനുസരിച്ച് സഭയുടെ തീരുമാനപ്രകാരമുള്ള കുർബാനയാണ് ബസിലിക്കയിൽ നടക്കേണ്ടത്. അപ്പോൾ അത് ആര് സമ്മതിക്കുന്നു അവർക്ക് താക്കോൽ കൊടുക്കണം. ഞാൻ വികാരിച്ചിനെ വിളിച്ചു, കൈക്കാരന്മാരെ വിളിച്ചു, ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ബസിലിക്കയിൽ വേറെ ഓപ്ഷനില്ല.
കത്തോലിക്കാ സഭയുടെ നിയമം അനുസരിച്ച് മാർപ്പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടതനുസരിച്ച് എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതനുസരിച്ച് ബസിലിക്കയിൽ സിനഡ് പറഞ്ഞ് കുർബാന ചെല്ലണം, അതിനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഞാൻ എന്നിട്ട് പറഞ്ഞു അങ്ങ് ക്രിസ്മസിന് വരാം, കഴിഞ്ഞ ക്രിസ്മസിന് വന്ന് ചെല്ലാൻ തയ്യാറാണ്. അപ്പോഴാണ് വികാരിച്ചൻ ബുദ്ധിമുട്ട് പറഞ്ഞത്. വികാരിച്ചൻ പറഞ്ഞു അത് എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ചെല്ലാൻ തയ്യാറുള്ളൊരു അച്ഛനെ ഏൽപ്പിക്കാം. അങ്ങനെ പല അച്ഛന്മാരോട് ചോദിച്ചിട്ടാണ് ആൻ്റണി പൂതവേലിൽ എന്ന് പറഞ്ഞ അച്ഛൻ ഏറ്റെടുത്തത്. അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. എന്നാലും ഈ കുർബാന ചെല്ലാൻ വികാരിച്ചനോടും കൈക്കാരന്മാരും മറ്റുള്ളവരൊക്കെ ആലോചിച്ചിട്ട് വെളിച്ചത്തിലാണ് ഈ തീരുമാനം എടുത്തത്. അദ്ദേഹത്തിന് താക്കോല് കൊടുത്തു പോലീസ്. പള്ളി തുറന്ന ഉടനെ തന്നെ സഭയുടെ എല്ലാ നിയമങ്ങൾക്കെതിരെ പരിശുദ്ധ സിംഹാസനം നൽകിയ മാർപ്പാപ്പ നൽകിയ നിർദ്ദേശങ്ങൾക്കും കൽപ്പനകൾക്കും എല്ലാം എതിരായിട്ട് സഭയുടെ നിയമങ്ങൾക്കെതിരായി കുറേ പേര് അത് കുർബാനയിൽ ബസിലിക്ക കൈയടക്കി. പിന്നെ കുർബാന ആരാധന മറ്റുള്ളവർക്ക് നടന്നു. അത് കഴിഞ്ഞ് വികാരിച്ചും പറഞ്ഞപ്പോൾ അത്യാവശ്യം സംരക്ഷണം വികാരിച്ചും വാങ്ങിച്ചു പോലീസിൽ നിന്ന്. അങ്ങനെ ഡിസംബർ 23 വൈകിട്ട് 6 മണിക്ക് ഔദ്യോഗികമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് 5:30 മുതൽ കുറേ അച്ഛന്മാർ ചൊല്ലി. അവർ വാസ്തവം പറഞ്ഞാൽ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് വികാരിച്ചും വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു മെത്രാനെ, കാരണം മാർപ്പാപ്പ എന്നെ പരിശുദ്ധ സിംഹാസനം ഏൽപ്പിച്ച ദൗത്യത്തിൽ ഞാൻ പറഞ്ഞ ഇതിന് ആ കൽപ്പനയ്ക്കെതിരെ അച്ഛന്മാർ അതും കുർബാന ചെല്ലിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഒന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അനുവാദമില്ല, 2 സിനഡ് കുർബാന ഏകീകൃത കുർബാന ചെല്ലാൻ പോകുമെന്ന് പറഞ്ഞ് ചെല്ലാതിരിക്കാൻ. പിന്നെ അത് എന്തിനു വേണ്ടി ചെല്ലിയതിൻ്റെ ഉദ്ദേശം അത് ജനങ്ങളുടെ നന്മയ്ക്കല്ല. അത് ഒരു പുരോഹിതൻ്റെ ഭാഗത്തുനിന്നും ഒരു അൽമായൻ്റെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ കുർബാന ചെല്ലി. പിന്നെ വികാരിച്ച് കുറേ നേരം നിന്നു. അത് നിന്നതിനെ കുറിച്ച് മൂഴിക്കുളങ്കാർ വന്നപ്പോൾ ഒരു അവിവേക എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം കട്ട് ചെയ്ത് മാത്രം കട്ട് ചെയ്തിട്ട് പൂതവേലിച്ചിന് തെറ്റ് ചെയ്യുന്നു. പൂതവേലിച്ചും ചെയ്തത് തെറ്റെന്താ? അവിടെ നിന്നത് ഇച്ചിരി അവിവേകമായിരുന്നു. ഞാൻ പറഞ്ഞു സൈഡിൽ നിൽക്കായിരുന്നു. പക്ഷേ അച്ഛൻ കുർബാന ചെല്ലാതിരിക്കാൻ വേണ്ടി, അച്ഛൻ കുർബാന ചെല്ലിയിട്ടില്ല, അച്ഛനല്ല അവിടെ തെറ്റ് ചെയ്ത്. അവിടെ കുറേ അൽമായരുണ്ട്, അച്ഛന്മാർ ചെയ്തു. ഒരു തരത്തിലും അച്ഛന്മാർ ചെയ്തതിന് ഞാൻ ന്യായീകരിക്കില്ല. അത് കഴിഞ്ഞ് അവിടെ പിറ്റേ ദിവസം വരെ അതിൻ്റെ ഇടയിൽ ചില സ്ത്രീകൾ കയറി കാസ് എടുത്ത് മാറ്റി. പിന്നെ പിറ്റേ ദിവസം 9 മണി 10 മണിയോടുകൂടി ആൾത്താരെ തള്ളി മാറ്റി. അപ്പോൾ അച്ഛൻ കാസ്യം പീലാസമൊക്കെ എടുത്തു മാറ്റി. അതിനെക്കുറിച്ച് ഞാൻ തന്നെ അന്വേഷണം നടത്തി കൃത്യമായ വിവരങ്ങൾ നടത്തി. അവിടെ നിന്ന് അതിൻ്റെ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എഴുതിയ പരാതി അനുസരിച്ച് റോമിൽ നിന്ന് അന്വേഷണം നടത്തിയ പിതാവ് എന്നോട് കൃത്യമായിട്ട് അതിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം അൽമായർ ചെയ്തതിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷെ അച്ഛന്മാർ ചെയ്തതും ഗൗരവമായ തെറ്റ് തന്നെയാണ്. കാരണം അതൊരു പ്രതിഷേധമായി സമരമായി ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും പൂട്ടി. ഈ ഒരു സമയത്ത്, അതായത് 23-24 തീയതികൾ നടന്ന ആ ഒരു സംഭവം, അപ്പോൾ ഈ മറുവിഭാഗം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന ഒരു വാദഗതി അന്ന് അവിടെ ഉണ്ടായതൊക്കെ പിതാവ് അയച്ച ഗുണ്ടകളാണ്, പിതാവാണ് ഈ ആൾക്കാരെ അലങ്കോലപ്പെടുത്തുന്നതിൽ ഉത്തരവാദി, അല്ലെങ്കിൽ പൊതുവേലിയച്ഛനാണ് ഉത്തരവാദി എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. ആകെ കൂടി ഇങ്ങനെ ഉണ്ടായി എന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് ഇത്രയും കത്തോലിക്കാ സഭയിൽ ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. മാത്രമല്ല തെറ്റായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്നതായി കണ്ടു. ഞാൻ പറഞ്ഞു പൂതവേലിയച്ഛൻ ചെയ്തത് അവിടെ സമയത്തിന് വന്ന് ചെല്ലുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ സങ്കീർത്തി പോയി. അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. അതായത് പൂതവേലിയച്ഛനെ ഞാൻ നിയമിക്കുകയും ഞാനും പൂതവേലിയച്ഛനും കൂടി ചെയ്ത ഗുണ്ടകളാണ് ആ ബസിലിക്ക അടയ്ക്കുന്നതിന് കാരണമെന്ന് പറയുന്നത്. ഈ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ കഴിവിനെ ഞാൻ സമ്മതിച്ചു കൊടുക്കും. എനിക്ക് അത്രേ പറ്റുള്ളൂ. ഒരു തരത്തിലും സത്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും അങ്ങനെ സഭയ്ക്കെതിരെ എന്ന് പറയുക, എനിക്കെതിരെയും അച്ഛനെതിരെയും അങ്ങനെ മാർപ്പാപ്പയോട് പരിശുദ്ധ സിംഹാസനോട് സിനഡിനോട് മെത്രാന്മാരോട് ചേർന്ന് നിൽക്കുന്നവരെ മുഴുവൻ സഭയിൽ നിന്ന് അകറ്റാവുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ അവിടെ നടത്തി. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ആഗ്രഹം എത്രയും വേഗം ബസിലിക്ക തുറന്ന് കുർബാന ചെല്ലണം. ഈസ്റ്ററിനും പിതാവ് കുർബാന എല്ലാം റെഡിയാണ് അവിടെ ബസിലിക്കയിൽ. ഈ ഈസ്റ്ററിന് ഞാൻ മാത്രമല്ല, വലിയ ആഴ്ചയിൽ ഞാൻ ഇവിടെ പറഞ്ഞു, തൃശ്ശൂർ പറഞ്ഞ ഇതാണ്,
എനിക്ക് എന്തായാലും ഇവിടെ കത്തീഡ്രലും ബസിലിക്കയിൽ ഞാൻ കുർബാന ചെല്ലും, തൃശ്ശൂർ ഞാനെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ എറണാകുളത്ത് നിന്ന് എപ്പോൾ പറയുന്നോ ഈ ഈസ്റ്ററിനും ഞാൻ വന്ന് കുർബാന ചെല്ലാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം മാത്രമുണ്ട്, എന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എന്നെ പല പ്രാവശ്യം ഫിസിക്കലായിട്ടും മാനസികമായും, പിന്നെ അതുപോലെ തന്നെ കരിയിൽ പിതാവിന് സംഭവിച്ചതുപോലെ തന്നെ കരിയിൽ പിതാവ് വളരെ വേദനിച്ചിട്ടുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലെ മാനസികമായി തറക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. ശാരീരികമായി തന്നെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ട് ആക്രമണങ്ങൾ ചവിട്ടിയിട്ടുണ്ട്, കായ് പിരിഞ്ഞിരിക്കുകയും. ഒരു 43 പ്രൊട്ടസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നെ പറഞ്ഞ വാക്കുകൾ ചിലതൊക്കെ പുറത്ത് വന്നു, കുറച്ചേ വന്നിട്ടുള്ളൂ. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം എന്നെ കാല് തല്ലി ഒടിക്കുന്നു, പിന്നെ തല്ലിക്കൊല്ലുന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേടിയില്ല, ഞാൻ അതിന് തയ്യാറാണ്. മാർപ്പാപ്പ എന്നോട് ദൗത്യം ഏൽപ്പിച്ച തയ്യാറാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഉള്ളവരോട് വികാരിച്ചും ചെല്ലുമ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് പേര് തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പോലീസ് സഹായം, നിയമസഹായം തേടുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ നിയമസഹായം തേടണമെന്ന് പറഞ്ഞതും പോലീസിന് സഹായം പറഞ്ഞതാണ് വലിയ തെറ്റ്. വാസ്തവം പറഞ്ഞാൽ തൃശ്ശൂർ കഴിഞ്ഞ 2021 നവംബർ 28 കുറച്ച് പേര് എതിർക്കുന്നു കണ്ടപ്പോൾ പോലീസിൻ്റെ സഹായം മേടിച്ചു. ആ ഒരു ദിവസത്തേക്ക് കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. തൃശ്ശൂർ ഉപജില്ല എല്ലാവരും സഭ പറയുന്ന പോലെ കുർബാന ചെല്ലുന്നു. പക്ഷെ ഇവിടെ നടന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ തയ്യാറാണ്. ഒപ്പം തന്നെ പിതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇപ്പോൾ മൂഴിക്കുളത്തൊരു ഇൻസിഡന്റ് ഉണ്ടായി. അവിടെ പൊതുവിലേക്ക് അവിടെ കുർബാന ചാർജ് എടുക്കാൻ വന്നപ്പോൾ പിതാവ് ഒരു ഡിസ്പെൻസേഷൻ കൊടുത്തിരുന്നു, അതായത് ഈസ്റ്റർ വരെ ഒരു ഡിസ്പെൻസേഷൻ. അത്തരത്തിലൊരു സംവിധാനം എന്തുകൊണ്ട് ബസിലിക്കയിൽ ആലോചിച്ചുകൂടെ? പ്രത്യേകിച്ച് പിതാവ് ആ കൊടുത്ത ഡിസ്പെൻസേഷനെ കളിയാക്കിയിട്ട് മറുവിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. പിതാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇല്ലിസിറ്റ് കുർബാന ലിസിറ്റാക്കി പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വളരെ കളിയാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂഴിക്കുളത്ത് പിതാവ് ചെയ്ത ഒരു താൽക്കാലിക സംവിധാനം എന്തുകൊണ്ട് ബസിലിക്കയിൽ ഈ ഒരു ഹോളി വീക്കിൽ എന്തുകൊണ്ട് നടപ്പാക്കിക്കൂടാ? ആദ്യം തന്നെ ഡിസ്പെൻസേഷൻ്റെ കാര്യം വളരെ കൃത്യമായി 2020 നവംബർ 9 കൃത്യമായിട്ട് എന്താണ് ഡിസ്പെൻസേഷൻ എന്ന് പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കിയിട്ട് 1538 കാനൻ. എനിക്ക് ജൂലൈ 30, 2022 എനിക്ക് കൽപ്പന തന്നപ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതി 3 സ്ഥലത്ത് ഡിസ്പെൻസേഷൻ കൊടുക്കാൻ എനിക്ക് അധികാരമില്ല. 1 കത്തീഡ്രൽ ബസിലിക്കയിൽ, അവിടെ ഇത് തന്നെ. 2 പരിശീലന ഭവനം സെമിനാരിയിൽ. 3 പ്രധാനപ്പെട്ട തീർത്ഥകേന്ദ്രം. അവിടെ സിനഡ് പറഞ്ഞ രീതിയിൽ തന്നെ ചെല്ലണമെന്നാണ്. എന്നിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ എഴുതി ഡിസ്പെൻസേഷൻ. അങ്ങനെയാണ് നവംബർ 27 വരെ അനുവാദം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ബസിലിക്കയിൽ കുർബാന സിനഡ് രീതിയിൽ മാത്രമേ അനുവദിക്കാൻ എനിക്ക് അധികാരമുള്ളൂ. എനിക്ക് അധികാരമില്ല, എനിക്ക് ഓപ്ഷനില്ല. എനിക്ക് അധികാരമില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ബസിലിക്കയ്ക്ക് ഓപ്ഷൻ കൊടുക്കണേ? മറ്റു പള്ളികൾക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞതനുസരിച്ച് 2022 സെപ്റ്റംബർ മാസം 30 എനിക്ക് നൽകിയ കൽപ്പന അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് ഞാൻ സർക്കുലർ എഴുതി. അതിലും ഞാൻ എഴുതി മറ്റു പള്ളികൾക്ക് താൽക്കാലികമായി ചോദിക്കുന്നവർക്ക് ഡിസ്പെൻസേഷൻ കൊടുക്കാൻ. അതിലൊരു നല്ല ശതമാനം അച്ഛന്മാർ പറഞ്ഞു ഞങ്ങൾ ചോദിക്കില്ല. അത് മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്കെതിരെ ധിക്കാരം തന്നെയായിട്ടാണ്, അതൊരു വയലേഷൻ തന്നെയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ പല അച്ഛന്മാരോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ പറയണേ? ഇത് വളരെയേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഉണ്ടായതാണ്. അപ്പം അത് സിനഡ് ഇതിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം സിനഡിനാണ്. ആ സിനഡിൻ്റെ മീതെ കുർബാന തക്സയൊക്കെ ആണെങ്കിൽ മാർപ്പാപ്പ പരിശുദ്ധ വികാസത്തിൻ്റെ അംഗീകാരം വേണം, തക്സയ്ക്ക് അംഗീകാരം വേണം. അപ്പോൾ ഇവർ പറയുന്നത് ഇതല്ല, ഇത് ഞങ്ങളുടെ വികാരമാണ്. വത്തിക്കാൻ സുനദോസിൽ പറഞ്ഞതാണ്. പിന്നെ പറയുന്നത് ഇതാണ്, ഇത് ചങ്ങനാശ്ശേരിക്കാർ ചെയ്യുന്നതിന് അവരുടെ വികാരമുണ്ട്. ചങ്ങനാശ്ശേരി മറ്റുള്ളവർക്ക് ഞങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആണ്. വികാരം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ സഭാ നിയമം അനുസരിച്ച് കുർബാനയെക്കുറിച്ച് സഭ ഒരു തീരുമാനമെടുത്താൽ, പരിശുദ്ധ സിംഹാസനം അത് അംഗീകരിച്ചാൽ, മാർപ്പാപ്പ അത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ എല്ലാ കത്തോലിക്കരും ബാധ്യസ്ഥരാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തേക്കാൾ കൂടുതൽ കൂട്ടായ്മയിൽ നിന്ന് അച്ഛനായാലും അൽമായനായാലും അകന്നു പോവുകയാണ്. ഈ കാര്യം ഞാൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ തെറ്റ്. ഞാനിത് പറഞ്ഞതാണ് തെറ്റെന്ന്. അതുകൊണ്ട് ബസിലിക്കയിൽ ഡിസ്പെൻസേഷൻ കൊടുക്കാൻ എനിക്ക് അധികാരമില്ല. അധികാരമില്ലാത്തൊരു കാര്യത്തിന് ഇവർ പിന്നെ പറയുന്നത് ഇതാണ്, മാർപ്പാപ്പ സമ്മതിച്ചതാണ്, കുർബാനയല്ലേ, മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതൊരുപാട് തെറ്റിദ്ധാരണയാണ്. ഒന്ന്, ഈ അച്ഛന്മാർ പറയുന്നത് ഏകീകൃത കുർബാന എന്ന് പറയുന്ന ആ സഭയുടെ തീരുമാനം എടുത്തത് തന്നെ അനീതിയാണ്.
അതുകൊണ്ട് നീതിയജ്ഞത്തിൽ പറയുന്നത് എന്താ? നീതിക്കെതിരായിട്ടുള്ളൊരു കാര്യം ഒരു സിനഡ് പിതാക്കന്മാർ തീരുമാനിച്ചാൽ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരല്ല. ഇങ്ങനെ വാദിക്കുന്ന തെറ്റായ പ്രചാരണം നടത്തുന്ന ഞാൻ അവരെ സഭാശത്രുക്കൾ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ആരൊക്കെയോ ഉണ്ട്. ഈ പരിശുദ്ധ സിംഹാസനവും സഭയും എടുത്ത തീരുമാനം അനീതിയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ തോന്നണേ? അവർ പറയുന്ന ഒരു കാര്യം, മാർപ്പാപ്പ ഇത് സമ്മതിച്ചതാണ്, പക്ഷേ പിതാക്കന്മാർ പ്രത്യേകിച്ചും ചങ്ങനാശ്ശേരി ലോബി, ഇപ്പം ഞാനും കൂടി കേട്ടോ, പോയി മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് കൽപ്പന ഉണ്ടാക്കിയതാണ്. ഇതെങ്ങനെയാണ് ഇവർക്ക് തെറ്റായ പ്രചാരണം നടത്തുന്നത് എനിക്കറിയില്ല. കരിയിൽ പിതാവും ആൻ്റണി നരികുളച്ചനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയെ കണ്ടു. മാർപ്പാപ്പ പറഞ്ഞു എന്തായാലും അത് പൗരസ്ത്യ സിംഹാസനത്തിൽ പ്രത്യേകിച്ച് ഓറിയൻ്റൽ കോൺഗ്രേഷനിൽ പോകുക. അപ്പോൾ മാർപ്പാപ്പ ഇതെന്താണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അൽമൂർ ഒന്ന് ചുമരിനോടാണോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഇവിടെ പറയുന്ന ഇതാണ്, മാർപ്പാപ്പയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് മാർപ്പാപ്പ ഈ തീരുമാനം അംഗീകരിച്ചു. അത് ഉടനെ തന്നെ ഇവിടെ വലിയ പ്രചാരം കൊടുത്തു. പക്ഷേ മാർപ്പാപ്പ ഉടനെ തന്നെ പറഞ്ഞിട്ടുള്ളത്, അവിടേക്ക് ചെല്ലാനാ പറഞ്ഞേ, ഓറിയൻ്റൽ കോൺഗ്രേഷൻ ചെന്ന് കൃത്യമായിട്ട് എഴുതിയത് അല്ല, അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, കാരണം മാർപ്പാപ്പയുടെ അല്ല. മാർപ്പാപ്പ ഇത് കഴിഞ്ഞിട്ട് എന്താണ്, മാർപ്പാപ്പ കൃത്യമായിട്ട് അതിന് മുമ്പ് ഈ ടെക്സ്റ്റ് അംഗീകരിച്ച ഉടനെ തന്നെ മാർപ്പാപ്പ കൃത്യമായിട്ട് ജൂലൈ മാസം 3-ാം തീയതി സഭ മുഴുവൻ ഇത് പാലിക്കണമെന്ന് കൃത്യമായിട്ട് എഴുതി. അത് എല്ലാ സഭയ്ക്ക് മുഴുവൻ എഴുതിയത്. 34 രൂപതയ്ക്കും മാർപ്പാപ്പ പറഞ്ഞത് ശരിയാണ്, ഒരു രൂപതയിലെ കുറേ പേർക്ക് മാത്രം മാർപ്പാപ്പ പറഞ്ഞത് ശരിയല്ല. പിന്നെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് 2021 നവംബർ 28 എറണാകുളംകാർ ഇത് സ്വീകരിക്കാണ്ടായപ്പോൾ 2022 മാർച്ച് 25 മാർപ്പാപ്പ വീണ്ടും പ്രത്യേകമായി എറണാകുളത്തിന് എഴുതി. അതും മാർപ്പാപ്പനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പറയുന്ന ഇതിൻ്റെ യുക്തി മനസ്സിലാക്കി. ഈ എറണാകുളത്തെ അച്ഛന്മാരും ജനങ്ങളെയും ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു? പിന്നെ പറയുന്ന ഇതാണ്, ഞങ്ങളോട് ചോദിച്ചില്ല. 2001 മറ്റൊക്കെ ഞങ്ങൾ അച്ഛന്മാരോട് ചോദിക്കുന്നു. എനിക്കറിയില്ല, അച്ഛന്മാർ ഓരോ രൂപതാധ്യക്ഷന്മാരും ഈ കാര്യത്തെക്കുറിച്ച് രൂപതാംഗങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ വ്യക്തിയോടും ചോദിച്ചിട്ടാണ് സഭയുടെ നിയമം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. നിയമം ഉണ്ടാക്കാൻ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ, സിനഡ്. അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ തിരുത്താനോ പരിശുദ്ധ സിംഹാസനം മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കാത്തതുകൊണ്ട് ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇതിൻ്റെ നീതിയജ്ഞം എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ പറയുന്നൊരു കാര്യം ഇതാണ്, ഇതിൽ കൂട്ടിച്ചേർത്തതാണ് 2020. പിന്നെ പറയുന്നതാണ് കോവിഡിൽ ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല. ഈ കോവിഡ് വരണേലും മുമ്പ് 2020 ജനുവരി സിനഡ് ഇത് അംഗീകരിച്ച് റോമിലേക്ക് അയച്ച ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റിൽ കൃത്യമായി തന്നെ അതിൽ ലിറ്റർജി എക്സ്പെർട്സ് അവിടുത്തെ വികാരിച്ചിനടക്കം അതിലെല്ലാം കണ്ടിട്ട് തന്നെയാണ്, ഈ എറണാകുളത്ത് നിന്നുള്ള പിതാക്കന്മാരടക്കം കണ്ടിട്ട് തന്നെയാണ് ഈ കുർബാന ചെല്ലേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ റോമിൽ നിന്ന് അത് അംഗീകരിച്ചപ്പോൾ കൃത്യമായിട്ട് ഇത് നിർദ്ദേശങ്ങൾ എഴുതാൻ കൃത്യമായിട്ട് എഴുതി. അത് നിർദ്ദേശത്തിൽ കൃത്യമായിട്ട് എഴുതുകയും ചെയ്തു. ടെക്സ്റ്റിൽ മുന്നേ ഉള്ളത് തന്നെയാണ്, കോവിഡിന് മുമ്പുള്ളതാണ്. ഇതുപോലെ തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ. പിന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്തുകൊണ്ട് ബസിലിക്കയിൽ കുർബാന ചെല്ലുന്നില്ല? 2021 ആലഞ്ചേരി പിതാവ് ഓശാനിക്ക് വന്നപ്പോൾ പോലീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ സിനഡ് കുർബാന ചെല്ലാൻ പറ്റില്ല. കാരണം പിന്നെ പറയുന്ന കാരണങ്ങൾ എന്താ, ഇവിടെ കുറേ പേര് സിനഡ് കുർബാനയ്ക്ക് എതിരുണ്ട്. പിന്നെ ചിലപ്പോൾ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇടവക 2 ആകും. എന്നെ കേൾക്കുന്നവരോട് ചോദിക്കുന്നത്, എറണാകുളം രൂപതയും അല്ലെങ്കിൽ ബസിലിക്ക ഇടവകയും 2 ആകുന്നത് മാർപ്പാപ്പയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനും സിനഡിനും രൂപതാധ്യക്ഷനും എതിരെ നിൽക്കുന്ന ഒരു ഗണത്തിന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് 2 ആകുക, അതോ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്? കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത, പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അവസാനം പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കും. എല്ലാ മെത്രാന്മാരും, എല്ലാ അച്ഛന്മാരും, എല്ലാ അൽമാരും. പക്ഷെ ഇപ്പോൾ പറയുന്നത്, ഞങ്ങളൊക്കെ മാർപ്പാപ്പയൊക്കെ ഞങ്ങൾക്കൊക്കെ വേണം, പക്ഷേ മാർപ്പാപ്പ പറഞ്ഞത് കുർബാനയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, അതൊരു ഫൈനൽ തീരുമാനമല്ല. ഇത്രയും കൃത്യമായി മാർപ്പാപ്പ എഴുതി, പരിശുദ്ധ സിംഹാസനം ഒരു എക്സെപ്ഷൻ ഇല്ലാത്ത രീതിയിൽ എഴുതി എനിക്ക് എന്നെ ഏൽപ്പിച്ചപ്പോൾ ഇത് നടപ്പിലാക്കാൻ പറഞ്ഞിട്ടേ ഏൽപ്പിച്ചേ. ചുരുക്കം കാലത്തേക്ക് മറ്റു പള്ളികൾക്ക് വേണമെങ്കിൽ ഡിസ്പെൻസേഷൻ കൊടുക്കാം. അപ്പം അതുകൊണ്ട് എനിക്ക് കൃത്യമായി പറയാനുള്ളത് ഇതാണ്, ഏതോ ശക്തികൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പ്രചാരണങ്ങൾ നടത്തുന്നു. ഞാൻ ഇപ്പം നിങ്ങളോട് പറയട്ടെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനെ അടുത്തൊരു 2 ദിവസത്തിനുള്ളിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, തികച്ചും വ്യത്യസ്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള എന്തോ ഒരു സിസ്റ്റം
അവിടെ വർക്ക് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നു. ഒരു കാര്യം പിതാവ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഇവർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈ സിനഡിൽ ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമല്ല. അതായത് എറണാകുളം സൈഡിൽ നിന്നുള്ള ബിഷപ്പുമാർ അതിനെ എതിർത്തിരുന്നു. പക്ഷേ ചിലരുടെ ഒരു പിടിവാശി അവിടെ നടപ്പാക്കാനുള്ളൊരു ശ്രമം സിനഡിനുള്ളിലുണ്ട്. അതുകൊണ്ട് ഏകകണ്ഠമായി എടുത്ത തീരുമാനം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത് അനുസരിക്കേണ്ട കാര്യമില്ല എന്നൊരു കാര്യം വാദഗതി അവർ ഉയർത്തുന്നുണ്ട്. 2004 മുതൽ മെത്രാൻ എന്ന നിലയിൽ സിനഡിൽ എല്ലാ സിനഡും ഫുള്ളായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കാനണിലോ എക്സ്പെർട്ട് എന്ന നിലയിൽ കാനൺ നിയമം എക്സ്പെർട്ട് ചെയ്യാൻ പല സിനഡിലും എനിക്കൊരു എക്സ്പെർട്ട് എന്ന നിലയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. സിനഡിൻ്റെ ഉള്ളിൽ അഭിപ്രായങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. 1999 തീരുമാനം വന്നപ്പോൾ ഒരു കൺസെൻസസ് തീരുമാനമായിട്ട് വന്നത്, അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനു മുമ്പ് 1998 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി സംഘടിപ്പിച്ചിട്ടാളെന്ന നിലയിൽ മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളിലും അൽമായ ഗ്രൂപ്പിൽ ചെന്നിട്ട് അവിടെ എല്ലാവരും മറ്റു കാര്യങ്ങളൊക്കെ വിഷയമുണ്ടെങ്കിൽ അവസാനം ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ മിക്കവാറും സിനഡിലും ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് 2000 ഒരു എക്സെപ്ഷൻ താൽക്കാലികമായി തൂങ്കഴി പിതാവും തൃശ്ശൂരിൽ നിന്നാണ്, പിന്നെ അത് കഴിഞ്ഞ് വർക്കി പിതാവും മറ്റു പിതാക്കന്മാർ കൊടുത്തു, പിന്നെ അത് അങ്ങോട്ട് തുടർന്നു. പക്ഷെ അത് താൽക്കാലികമായി ചെയ്തതാ. ഇതിങ്ങനെ പോരാ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് കഴിഞ്ഞ് അവസാനം പറഞ്ഞ് നമുക്ക് തൽക്കാലം ആരംഭമായിട്ട് കേരളത്തിന് പുറത്തുള്ള രൂപതകളിൽ സിനഡ് പറഞ്ഞ രീതിയിലാകാം, അങ്ങനെ ചെയ്തു. പിന്നീട് ഇത് ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു പിതാവ് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഒരു ഭാഗം എഴുതി വെച്ച് അത് കട്ട് ചെയ്ത് അത് മാത്രം എടുത്തിട്ട് പിതാക്കന്മാർ വേറെ രീതിയിലാണ് പല അഭിപ്രായങ്ങളാണ്. ചിലപ്പോഴൊക്കെ കോൺഫിഡൻഷ്യലായിട്ട് ചില അഭിപ്രായങ്ങൾ എഴുതിയത് അത് കഴിഞ്ഞ് പിന്നീട് ചിലപ്പോൾ ചിലർക്ക് അത് തന്നെ ആ എഴുതിയത് തന്നെ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയല്ലല്ലോ രേഖപ്രകാരം നടന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ തിരുത്തേണ്ടി വന്നു. എങ്കിലും പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് തീരുമാനമല്ല. സിനഡിൻ്റെ ഒരു നല്ല ശതമാനം തീരുമാനങ്ങളും കൺസെൻസസ് ആണ്. പല അഭിപ്രായങ്ങൾ പറയുന്നു, അത് കഴിഞ്ഞ് അപ്പം നമ്മളെല്ലാവരും കൂടി ഇതിലേക്ക് എത്തുകയല്ലേ, ഇങ്ങനെയല്ലേ, നമ്മൾ ഇങ്ങനെ ചെയ്യല്ലേ, അതിന് ആർക്കെങ്കിലും എതിരുണ്ട്, നമ്മളിങ്ങനെ ചെയ്യും, അങ്ങനെ വന്നിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഞാൻ വേറെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു എന്ന് ചിലർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ഭാഗത്തു നിന്ന് വന്നത് അങ്ങനെ എഴുതാം, രഹസ്യമായിട്ട് എഴുതിയതാണ്. അവർ എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് ഇതൊരു തരത്തിലും പ്രചരിപ്പിക്കാനല്ല, ഇങ്ങനെയുള്ള ഈ പ്രശ്നത്തിൽ രഹസ്യമായിട്ട് ഇതും കൂടി ചിന്തിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനെ പരസ്യപ്പെടുത്തി മെത്രാന്മാർ വിഘടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് തെറ്റാണ്. അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷെ തീരുമാനം എല്ലാം കൺസെൻസസിലാണ്. പിന്നെ ഗ്രേറ്റ് മജോറിറ്റി ശക്തമായി വാദിച്ച് മറ്റുള്ളവരെ എല്ലാവരും കൂടി കൺസെൻസസിൽ വന്നൊരു തീരുമാനം അത് മെത്രാന്മാർ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അത് സഭയിൽ വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ പിതാവ് ഈ ഡിസംബർ 23, 24 തീയതികളിലെ കാര്യം പിതാവ് പറഞ്ഞു. വളരെയധികം ഹീനമായൊരു സാക്രിലേജാണ് അവിടെ നടന്നത്. അതിനുശേഷം ഈ റോമിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റോമിൻ്റെ ഒരു മൂഡ് ശരിക്കുന്നതാണ്. പ്രത്യേകിച്ച് സാധാരണ വിശ്വാസികളുടെ ഭാഗത്ത് വലിയൊരു ആശങ്കയുണ്ട്. ഇത്രത്തോളം ഹീനമായിട്ടുള്ള ഒരു സാക്രിലേജ് അവിടെ നടന്നിട്ട് പ്രത്യക്ഷമായ രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടികളോ ഒന്നും അതിന് ഉത്തരവാദികളായവർക്കെതിരെ ഉണ്ടാകുന്നില്ല. പിതാവ് അതിനുശേഷം റോമുമായിട്ട് നടത്തിയ കമ്മ്യൂണിക്കേഷൻ പിന്നെ കമ്മീഷനൊക്കെ വെച്ചിരുന്നു. അവരുടെ ഒരു കൃത്യ ഒരു മൂഡ് എന്താണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്? ഞാൻ ശിക്ഷിച്ചില്ല എന്നും അല്ലെങ്കിൽ ഞാൻ നടപടികൾ എടുത്തില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്തതാണ് തെറ്റായി എന്ന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ആദ്യമേ തന്നെ പറയാനുള്ളത് ഡിസംബർ 23, 24 തീയതികളിലും പിന്നെ പലപ്പോഴും നടന്നത് അത് സഭയുടെ നിയമത്തിനെതിരാണ്. അത് അച്ഛന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായതും അത് കഴിഞ്ഞ് അൽമായർ സ്ത്രീകളടക്കം മധുബയിൽ കയറി കാസെടുത്ത് മാറ്റി തള്ളി മാറ്റി, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ബസലിക്കയെ അവഹേളിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഡെസക്രേറ്റ് ചെയ്യുന്നതിന് കാരണമായി എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത് കഴിഞ്ഞ് പരിശുദ്ധ സിംഹാസനത്തിൽ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റിലേക്കൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നടത്തി. ഞാൻ ഒരു കമ്മീഷൻ വെച്ചു. അതിന് ചിലർ സഹകരിച്ചില്ല, എന്നാലും കുറേ പേര് സഹകരിച്ചു. അത് കഴിഞ്ഞ് ഇതിൽ അൽമായർ മാത്രമാണ് ഇതിനെ അവഹേളിച്ചതെന്നും പറഞ്ഞിട്ട് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് അങ്ങനെ എഴുതുമ്പോൾ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് ചെയ്യുമ്പോൾ വാസ്തവം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള എന്നോട് ചോദിച്ച് ചെയ്യേണ്ടതാണ്. അതൊന്നുമില്ലാതെ ഞാനും അതിൻ്റെ ഉത്തരവാദിയാണെന്നുള്ള രീതിയിൽ പോയി ആ പഠിച്ച കാര്യത്തെക്കുറിച്ചും ഞാൻ അന്വേഷിച്ചു. ഇനി ഞാൻ നിങ്ങളോട് എനിക്ക് പരസ്യപ്പെടുത്താൻ പറ്റില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഞാനത് പരസ്യപ്പെടുത്താമെന്ന് പറഞ്ഞാൽ അതിൽ ചില ആശയങ്ങൾ മാത്രമേ പറയുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് മാർഗരേഖകൾ റോമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ അവിടെ എറണാകുളത്തെ ഇതിൽ ബന്ധപ്പെട്ടവരോട് കൃത്യമായി പറഞ്ഞത് പോലെ
പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെയേറെ വേദനിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ സുഭാഷിൽ എനിക്ക് എഴുതിയിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കാർഡിനൽ പരോളിൻ പറഞ്ഞതാണ്. പരോളിൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: മാർപ്പാപ്പ അയച്ച അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററെ സ്വീകരിക്കാതിരിക്കുന്നത് മാർപ്പാപ്പയെ തന്നെ സ്വീകരിക്കാതിരിക്കലല്ലേ എന്ന് കാർഡിനൽ പരോളിൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുത്തെ മൈൻഡ് സെറ്റ് വേറെയാണ്. കാരണം അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈ ഇത് വിജയിക്കുമെന്ന് എനിക്ക് സംശയമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാർപ്പാപ്പയെ തള്ളി പറയൽ തന്നെയാണ് പിതാവിനെ തള്ളി പറയൽ. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുള്ള വിവരം ഞാൻ പറഞ്ഞു. എൻ്റെ ബലഹീനതയും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പലപ്പോഴും വിജയിക്കുന്നില്ല, എൻ്റെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു, മാറ്റുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞ എന്താ, മാർപ്പാപ്പയെ വളരെയേറെ വേദനിപ്പിച്ചു. ഇത് അച്ഛന്മാർ ചെയ്തതിനും അതിലും തെറ്റുണ്ട്, അൽമാര് ചെയ്തതിലും തെറ്റുണ്ട്. പിന്നെ ഇവരുടെ എല്ലാത്തിനും പിന്നിൽ ബഹളങ്ങളും മറ്റൊക്കെ ഈ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഏതോ ശക്തികൾ സഭയെ വിഭജിക്കാൻ, തെറ്റായ പ്രചാരണങ്ങൾ കൊടുക്കാൻ, അങ്ങനെ ഒരു കാര്യം മനസ്സിലായി, പരിശുദ്ധ പിതാവിനടക്കം എതിരെ അച്ഛന്മാരെ, മെത്രാന്മാരെ, ജനങ്ങളെ ഒക്കെ ഒരു ദിവസം അതാണ് ലക്ഷ്യം. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ രണ്ടാക്കി തിരിക്കാം. ഇപ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് തല്ലുണ്ടല്ലോ, അതുപോലെ എല്ലാ ഇടവകളിലും ഇപ്പോൾ രണ്ടു കൂട്ടരും പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടു. എല്ലാ ഇടവകളും ചില ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു എങ്ങനെയാണ്, നിങ്ങളുടെ RC എന്നാ പറഞ്ഞേ. RC എന്ന് പറയുന്നത് സിറിയൻ കാത്തലിക്കാണ് ഉദ്ദേശിക്കുന്നത്. ആ കമ്മ്യൂണിറ്റിയെ ഡിവൈഡ് ചെയ്താൽ പിന്നെ കേരളത്തിലെ ക്രിസ്ത്യൻസിനെ ഡിവൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തെരഞ്ഞു പിടിച്ച് ഈ സിറിയൻ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സീറോ മലബാർ അല്ലെങ്കിൽ RC റോമൻ കാത്തലിക് ഇവരെ വിഭജിച്ച് ഇങ്ങനെ തല്ലിക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ സഭാശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതിനുവേണ്ടി ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുണ്ടോ എന്ന് ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഭയപ്പെടുന്നു. കാരണം പിതാവ് പറഞ്ഞ കൃത്യമാണ്. കാരണം ഈ നവംബർ 27 പിതാവ് അവിടെ വന്നപ്പം ഇത്രത്തോളം 46 വാഹനങ്ങൾ, വലിയ രീതിയിലൊരു ജനക്കൂട്ടമൊക്കെ അവിടെ വരണമെങ്കിൽ കൃത്യമായി അതിൻ്റെ പിന്നിൽ സംഘടിതമായിട്ടുള്ളൊരു ശക്തി പ്രവർത്തിക്കുന്നത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അല്ലേ? എനിക്ക് കാരണം അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഏതാനും അച്ഛന്മാരോ അല്ലെങ്കിൽ കുറച്ച് ആൽമാരോ അല്ല, വലിയ ശക്തി ഉണ്ടെന്ന്. കാരണം ഇത്രമാത്രം വാഹനങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അത് ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടാണ് ആവശ്യമായ പോലീസ് സഹായം ഉണ്ടാവണമെന്ന് ഞാൻ ബസലിക്ക് ഒരു കത്ത് എഴുതിയില്ലേ. പക്ഷെ അത് വലിയ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഇത് എന്നെ സാധിക്കുമെങ്കിൽ ഈ ഈസ്റ്ററിന് എന്നെ കുർബാന ചെല്ലണമെന്നുണ്ട്. പക്ഷേ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ചെല്ലണം. അവിടെ പറഞ്ഞ മാതിരി പോലീസ് ഇല്ലാതെ ചെല്ലുന്നത് തന്നെയാണ് ഐഡിയൽ. പക്ഷെ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ സഹായം വേണ്ടി വരും. കാരണം കുറേ പേര് എതിർക്കുന്നതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മിക്കവാറും പല ഇടവകളിലും ഒരു 10-15 പേരെ പലതരത്തിൽ സ്വാധീനിച്ച് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ എതിർക്കുന്നവരും ഉണ്ടാക്കുന്നു പറയാനെടുത്താൽ പരസ്പരം തല്ലിക്കാൻ വേണ്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഇപ്പോൾ മോഴിക്കുളത്ത് അച്ഛൻ ചെന്നപ്പോൾ എങ്ങനെ ഇവരൊക്കെ ഇത്രമാത്രം എതിരായി? ആ അച്ഛനെ കുറിച്ച് അങ്ങനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വിട്ടൊരച്ഛനെ സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ രൂപതാധ്യക്ഷനെ സ്വീകരിക്കുന്നില്ല, രൂപതാധ്യക്ഷനെ സ്വീകരിക്കുന്ന പറഞ്ഞാൽ സഭയെ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് അപ്പോൾ ഇത്രമാത്രം ശക്തി? ഇനി ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. ഇതിൻ്റെ പിന്നിൽ വരുമ്പോൾ പോലീസ് സഹായം, നിയമസഹായം ഒക്കെ തേടുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തന്നെ ചില കേസുകളൊക്കെ വന്നതായിട്ട് മനസ്സിലായി. തിരുവാങ്കുളത്ത് അതെ, പറഞ്ഞത് ശരിയാണ്. ഈ അടുത്ത് ഇപ്പോൾ സിവിൽ കോടതി എനിക്ക് തന്നെ കുറേ കേസുകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇതിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആരാണോ അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ എനിക്ക് ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ബസലിക്കയിലെ കേസ് നടക്കുന്നു. ഇതെല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിടുന്നത്. എന്ത് വന്നാലും എന്താ പറയുക, അങ്ങനെ ഉത്തരവാദിത്വം ഇങ്ങനെ പിതാക്കന്മാരുടെ തലയിൽ കെട്ടിയേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തോ ഒരു സന്തോഷമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എനിക്ക് ഒരു ഡിറക്ഷൻ വന്നിരിക്കുക, സിവിൽ കോടതിയിൽ നിന്ന് ഡിറക്ഷൻ വന്നിരിക്കുക. അതായത് തിരുവാങ്കുളത്ത് ഇപ്പോൾ പല പള്ളികളിലുണ്ടോയെന്ന് സംശയമുണ്ട്. തിരുവാങ്കുളത്ത് അവർക്ക് സിനഡ് പറഞ്ഞ് കുർബാന കിട്ടാനായിട്ട് ഞാൻ വേണ്ട തരത്തിൽ ഡിറക്ഷൻ കൊടുക്കണം. 2 ഇൻ്റർവ്യൂ, അതായത് മാർച്ച് 9 മാർച്ച് 28 ഡിറക്ഷൻ വന്നു. ഇനി അത് കേസിന് തുടരും. പക്ഷെ അതിൽ വന്നിരിക്കുന്ന ഇതാണ്, അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്:
കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ സംഘടനയുടെ നിയമാവലി അനുസരിച്ച് ആ അംഗങ്ങൾക്ക് അവകാശമുണ്ട്. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ നിയമം അനുസരിച്ചുള്ള കുർബാന ലഭിക്കാൻ എല്ലാ ഇടവകക്കാർക്കും അവകാശമുണ്ട് എന്നതാണ് വാദികളുടെ അവകാശം, അല്ലെങ്കിൽ അവരുടെ ചോദിച്ചത്. അപ്പോൾ സിവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? പറഞ്ഞത് ശരിയാ, നിങ്ങളുടെ നിയമം അനുസരിച്ച് അത് അവകാശമുണ്ട്. അതിൽ കൂട്ടിച്ചേർത്തു, ഇത് ബന്ധപ്പെട്ട വികാരി ബന്ധപ്പെട്ടവർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിയമം അനുസരിച്ച്, കത്തോലിക്കാ സഭയുടെ നിയമം അനുസരിച്ച് ആവശ്യമായി വേണ്ടി വന്നാൽ നടപടികൾ എടുക്കണം. ഇപ്പം ഞാനാണ് വാസ്തവം പറഞ്ഞാൽ പെട്ടുപോയത്. എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വീണ്ടും പരാതി പോയപ്പോൾ വീണ്ടും അതിന് അവരുടെ പരാതി സ്വീകരിച്ച് ആ റെപ്രസെൻറ്റേഷൻ നടപ്പിലാക്കി കൊടുക്കണം. പറഞ്ഞിരിക്കുന്നത് ഇതാണ്: സീറോ മലബാർ സഭയുടെ നിയമം അനുസരിച്ചുള്ള നിങ്ങളുടെ ആരാധനാക്രമം നിങ്ങളുടെ പള്ളിയിൽ നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് വിധിക്കുകയും അത് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യാത്തവർക്കെതിരെ നടപടി എടുക്കാനും പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യുക? നടപടി എടുക്കണം. നടപടി എടുത്താൽ എറണാകുളത്ത് ഒരു നല്ല ശതമാനം ആൾക്കാർ എനിക്കെതിരാവും. നടപടി എടുത്തില്ലെങ്കിൽ ഇപ്പോൾ സിവിൽ കോടതിയിൽ വീണ്ടും ഞാൻ തെറ്റുകാരനാവും. എൻ്റെ അധികാരികൾ, സിനഡും മാർപ്പാപ്പയും എല്ലാവരും ഞാനിത് ചെയ്തില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാമല്ലോ, എനിക്ക് മാർപ്പാപ്പ വേദനിച്ച് എഴുതിയിരിക്കുന്നു പറയുന്ന ആ ഒരു പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത കത്തിൽ കൃത്യമായിട്ട് നടപടി എടുക്കാൻ പറഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഞാനിത് നടപടി എടുത്തില്ലെങ്കിൽ എൻ്റെ മേലധികാരികളുടെ മുമ്പിൽ ഞാൻ തെറ്റ്. ഇവിടെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ഇനി എങ്ങനെയൊക്കെ കേസ് വരുന്നത് എനിക്കറിയില്ല. ഞാൻ വാണിങ്ങുകൾ ഇപ്പോൾ ഡിസംബറിൽ നടന്നതിനനുസരിച്ച് കുറേ പേർക്ക് വാണിംഗ് കൊടുത്തു. അതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ മറുപടി തന്നു. കാരണം അതൊരു തരത്തിലും ന്യായീകരിക്കാവുന്ന മറുപടികളല്ല. എന്നാലും ഞാനിങ്ങനെ സാവകാശം അതായത് ഈ പെട്ടെന്ന് നടപടി എടുക്കുന്നതിന് മുമ്പ് അവരെ പറഞ്ഞ് തിരുത്തി കൊണ്ടുവരാനും നോക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ക്ഷമിക്കുന്നത്, സാവകാശം എടുക്കുന്നത്, അതൊക്കെ വലിയ തെറ്റായിട്ട് മറ്റേ എക്സ്ട്രീമുകാർ എന്നെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. മറ്റേ എക്സ്ട്രീമുകാർ വളരെ നടപടികൾ എടുത്തില്ല. റോമിൽ നിന്ന് കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരു സാവകാശം അനുവദിച്ചിട്ടുണ്ട് റോമിൽ നിന്ന് പരിശുദ്ധ വികാസനം. പക്ഷേ വേണ്ടി വന്നാൽ, അവസാനം എഴുതിയിരിക്കുന്നത് വേണ്ടി വന്നാൽ ശക്തമായ നടപടികൾ എടുക്കണം തന്നെയാണ്. അവസാനം ഒരു ചോദ്യം കൂടെ. നമ്മളിപ്പോൾ ഒരു ദുഃഖ വെള്ളിയാഴ്ചയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആ ഒരു പദവി ഏറ്റെടുത്തതിന് ശേഷം ഓരോ ദിവസവും ഒരു ദുഃഖ വെള്ളിയുടെ ഒരു പീഡാനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങളിലൂടെയല്ലേ ശരിക്കും പിതാവ് കടന്നുകൊണ്ട് എറണാകുളത്ത് എത്തുമ്പോൾ ആരും പിതാവിനെ സപ്പോർട്ട് ചെയ്യാനില്ല, ആരും കൂടെയില്ല, വലിയൊരു വിഷമം നിറഞ്ഞൊരു ഒരു കാലഘട്ടത്തിലൂടെയല്ലേ പിതാവ് കടന്നു പോകുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ദുഃഖവെള്ളിയുടെ അനുഭവത്തിൽ ഞാൻ ഇടയ്ക്ക് ചോദിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ കർദിനാൾ പരോളിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ചോദിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ദുഃഖവെള്ളിയുടെ അനുഭവം എറണാകുളത്ത് ചെല്ലുമ്പോൾ ഉണ്ട്. കാരണം കത്തോലിക്ക സഭയിലെ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരി മാർപ്പാപ്പയോട്, പരിശുദ്ധ സിംഹാസനത്തോട്, സിനഡിനോട്, മേജർ ആർച്ച് ബിഷപ്പിനോട്, രൂപതാധ്യക്ഷനോടൊക്കെ ചേർന്ന് നിന്നൊരു കൂട്ടായ്മയായി പ്രവർത്തിക്കേണ്ട ഒരു കാര്യത്തിൽ ഞങ്ങളുടെ ഒരു വികാരമാണ്, എറണാകുളത്തിൻ്റെ വികാരമാണ്, ഞങ്ങൾ പാലിച്ച 10-60 വർഷമായി ചെയ്തൊരു കാര്യമാണ്. അത് ആര് പറഞ്ഞാലും അത് നീതിയല്ല എന്ന് വ്യാഖ്യാനിച്ച് അനുസരിക്കാതെ കുറേ പേര് പോകുമ്പോൾ അതിൽ അച്ഛന്മാരുണ്ട്, സമർപ്പിതരുണ്ട്, അൽമായരുണ്ട്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത്, ചൂഷണം ചെയ്ത് സഭയെ തെറ്റിക്കാനായിട്ട് നിൽക്കുന്ന വലിയ ശക്തികളോടെന്ന് അറിയുമ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഞാനും പറയും, കഴിയുമെങ്കിൽ ഇത് പാനപാത്രം ആകുന്നു പോകട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു ചില നടപടികളെ കുറിച്ച് മറ്റുള്ളതൊക്കെ. ദൈവം തോന്നിപ്പിക്കുന്ന എന്തോ, സഭ എന്തു പറയുന്നു, എൻ്റെ മേലധികാരികൾ എന്തു പറയുന്നു, അത് മാത്രം ചെയ്യും എന്നുള്ള പ്രതിജ്ഞയാണ്. അതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ചയുടെ അനുഭവം ഉണ്ടെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എറണാകുളത്തെ അച്ഛന്മാർ, അവിടുത്തെ ജനങ്ങളൊക്കെ പൊതുവെ മാർപ്പാപ്പയോടും സഭയോടും ചേർന്ന് നിൽക്കുന്നവരാണ്. എൻ്റെ ബോധ്യമാണ്, ഒരു തെറ്റായ ഒരു ആത്മാഭിമാനം എന്ന് പറയുമല്ലോ, ഒരു വികാരം, ഒരു എറണാകുളം ഫീലിംഗ് എന്നുള്ളത് അത് സഭയോട് ചേർന്ന് നിൽക്കുന്ന ഫീലിംഗ് ആയിട്ട് മാറും എന്നൊരു ചിന്തയുണ്ട്. കാരണം മാർപ്പാപ്പയ്ക്കും സിനഡിനും ഒക്കെ എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് എറണാകുളം ഫീലിങ്ങോ ചങ്ങനാശ്ശേരി ഫീലിങ്ങോ തൃശ്ശൂർ ഫീലിങ്ങോ ഒന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ തൃശ്ശൂർ പറഞ്ഞപ്പോൾ ഇവിടുത്തെ അച്ഛന്മാർ, തൃശ്ശൂരത്തെ അച്ഛന്മാർ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതാണ് ഇത്ര ചെയ്തു തന്നെയാണ് താല്പര്യം പറഞ്ഞു. ഈ താല്പര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നു.
ഞാനും പണ്ടതൊക്കെ അതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, സഭ ഔദ്യോഗികമായൊരു കാര്യം പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ ഒരു ഫീലിങ് എറണാകുളത്തെ അച്ഛന്മാരും എറണാകുളത്തെ ജനങ്ങളും സ്വീകരിച്ച് വിട്ടുവീഴ്ച ചെയ്ത് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് കുരിശെടുത്ത ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തതുപോലെ രൂപം ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. ഇതെല്ലാം മാറും, ഈ തെറ്റിദ്ധാരണകൾ മാറും. സഭാശത്രുക്കൾക്ക് എന്നും സഭയെ വിഭജിക്കാനോ തകർക്കാനോ തെറ്റിദ്ധാരണ നടത്താനോ അല്ലെങ്കിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്താനോ സാധിക്കില്ല. ഇപ്പം ഞാൻ പറയുന്നതിനെതിരെ കുറച്ച് പ്രചാരണങ്ങൾ ഓപ്പോസിറ്റ് ഉണ്ടാകും. പക്ഷേ കുറേ പേരെങ്കിലും ഈ ആത്മാർത്ഥമായ എൻ്റെ ഈ വെളിപ്പെടുത്തലിനെ വിശ്വസിക്കുമെന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഞാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈസ്റ്ററിന് ഉള്ളിൻ്റെ ഉള്ളിൽ എറണാകുളത്ത് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല, എന്നെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതിനെതിരെ ശക്തമായ പിന്നിൽ വലിയ ശക്തികൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ അനുഭവത്തിൽ അവരൊരുക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും വികാരിച്ചും പറഞ്ഞാൽ, അവിടുത്തെ കൈക്കാരന്മാരും ജനങ്ങളും പറഞ്ഞാൽ, കാര്യം പൂതവേലിച്ചിന് അവിടെ ചെറിയൊരു ചാർജ് ഇപ്പോഴും ഉണ്ടെങ്കിലും പൂതവേലിച്ചിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ബോധ്യം. വികാരിച്ചും സമ്മതിച്ചാൽ ഞാൻ ഈ ഞായറാഴ്ച വന്ന് അവിടെ കുർബാന ചെല്ലാൻ, പാതിര കുർബാന ഏതാണെന്ന് വെച്ചാൽ ചെല്ലാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലുള്ളവരോട് എനിക്ക് നേരിട്ട് വന്ന് ബസിലിക്കയിൽ വന്ന് ആശംസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ തലേ ദിവസം അവിടെ ചെന്നപ്പോൾ കാര്യം എനിക്ക് ചില കൂവലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അന്ന് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അവിടെ ഉണ്ടായിരുന്നവരോട്. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ, തൃശ്ശൂർ അതിരൂപതയിലെ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് പറയുന്നുണ്ട്. ഇനി ഓൾ ഇന്ത്യ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ രൂപതകൾക്കും ഞാൻ ഈസ്റ്റർ ആശംസകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ അംഗങ്ങൾക്കും നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, ബസിലിക്കുമെന്ന് പറയുന്ന ആഗ്രഹമുണ്ടെങ്കിലും, ഞാൻ ഈ മാധ്യമത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നമുക്കൊന്നിച്ച് യേശുവിനോട് ചേർന്ന്, മാർപ്പാപ്പയോട് ചേർന്ന്, സിനഡിനോട് ചേർന്ന്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രൂപതാധ്യക്ഷനോട് ചേർന്ന് നമുക്ക് ഒരു സമൂഹമാകാം, നമുക്കൊരു പുനർജീവിതം ഉണ്ടാകാം, സഭയാകാം. അതിനെ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. താങ്ക് യു.